ഹായ്, ഇറ്റ്സ് മീ ശരൺ. ലിവിങ് ബിഹൈൻഡ് ദ വീൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഇന്നോട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വാഗനറാണ്. വാഗനർ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് യൂട്യൂബിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്ന വണ്ടികളിൽ രണ്ടെണ്ണമാണ് വാഗനറും അതേണക്ക് എക്സ്പ്രസോയും. അപ്പോൾ നമുക്ക് വാഗനർ ഒന്ന് പരിചയപ്പെടാം. എക്സ്പ്രസോ ഇതുവരെയും കിട്ടിയില്ല, ഓണമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടികൾ പൊതുവെച്ച് കിട്ടാൻ പാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വാഗനറിലോട്ട് പരിചയപ്പെടാം. വാഗണറിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹെഡ് ലാമ്പാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിനോട് കൂടി തന്നെയാണ് ഒരു ഇൻഡിക്കേറ്ററും വന്നിരിക്കുന്നത്. അകത്തൊരു പാർക്കിംഗ് ലൈറ്റ് കാണും. അപ്പം ഇത് നമുക്കൊരു ജപ്പാൻ മോഡലായ സോളിയോ എന്ന് പറഞ്ഞ നമ്മുടെ വണ്ടിയുണ്ട്. ആ ഒരു വണ്ടിയുടെ ഏകദേശം ഒരു രൂപം സാദൃശ്യം ഈ വണ്ടിക്കുണ്ട്. എനിക്ക് തോന്നിയതാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. നിങ്ങൾക്ക് കമൻ്റ് ഇടാം. വ്യത്യാസ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. അപ്പം വളരെ നല്ലൊരു ഹെഡ്ലൈറ്റ് ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഒരു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെഴുതിയ പോലെയാണ്. ഈ സൈഡിലോട്ട് ഇങ്ങനെ വന്നാണ് ഇത് നിൽക്കുന്നത്. വളരെ ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മൾ സൈഡിലോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോഗ് ലാമ്പ് കാണാം. ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ടാണ് ഈ ഫോഗ് ലാമ്പൊക്കെ വന്നിരിക്കുന്നത്. ഫോഗ് ലാമ്പ് കാണാം. അതിനുശേഷം കഴിഞ്ഞാൽ നമ്മുടെ ഗ്രില്ല് ക്രോം എലമെൻറ്റോട് കൂടി തന്നെ വന്നൊരു ഗ്രില്ലാണ്. അതുപോലെ തന്നെ സുസൂക്കിയുടെ ഒരു എംബ്ലം കാണാം. പിന്നെ 165 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മുടെ എക്സ്പ്രസോയ്ക്കാട്ടിയും ഇച്ചിരി കുറവാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഓക്കെയാണ്, നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അപ്പോൾ ബോണറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ബോണറ്റാണ് വന്നിരിക്കുന്നത്. വളരെ ചെറിയ ഒരു എൻജിൻ ബേയും കൂടാണ് ഇവർ വന്നിരിക്കുന്നത്. നമ്മുടെ വൈപ്പറിൻ്റെ വാഷറിൻ്റെ ഇതൊക്കെ വരുന്നത്, നോസിലൊക്കെ വരുന്നതും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഉള്ളിലാണ് ഇരിക്കുന്നത് എങ്കിലും ചെറിയൊരു പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അറിയാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി കൂടെ കാത്തു വെച്ചാൽ ഇത് അറിയത്തില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നമുക്കിനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ക്ലാഡിങ് സൈഡിൽ കൂടെ പോയി പുറകുവശം വരെ പോകുന്നുണ്ട്. അതേ കണക്ക് ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അലോയ് വീലാണ് വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 165/70/14 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. വളരെ നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് ലഭിക്കുന്നതാണ് ഈ ടയർ സൈസ് ഇടുന്നതുകൊണ്ട് തന്നെ. പിന്നെ MRFിൻ്റെ ടയറാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിക്ക് നമ്മുടെ ആക്സസറീസ് എല്ലാം ഫുള്ളി ലോഡഡ് ആയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. മിററിലോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ട് ഒരു ബ്ലാക്ക് കളർ മിററാണ് വന്നിരിക്കുന്നത്. അത് കണക്ക് ഇതിനകത്തൊരു ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ അത് കണക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ മോഡൽ ഡോർ തുറക്കുന്നതാണ് ഇത് ഈ വന്നിരിക്കുന്നത്. അതിലൊരു മാറ്റവും ഈ വാഗനറിൽ വന്നിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പം അതിനുശേഷം ഇതിൻ്റെ എ പില്ലറും ബി പില്ലറും ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു പ്രീമിയം ടച്ച് സ്റ്റീൽ കിട്ടാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് അത് ചെയ്തിരിക്കുന്നത് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ഡോറ് തുറക്കാം. ഡോറ് നല്ല ഒരു ഹെവി ഫീല് തോന്നുന്നുണ്ട് നമുക്ക് ഈ ഡോറ് തുറക്കാനും എടുക്കാനും. ഓക്കെ, നമുക്കിനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിലും സെയിം ടാർട്ട് സൈസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പുറകിലോട്ട് വരാം. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ടെയിൽ ലാമ്പാണ്. ഈ ടെയിൽ ലാമ്പിനെ ഒരുപാട് പേര് കളിയാക്കിയത് ആദ്യം പറഞ്ഞത് നമ്മുടെ സ്കോർപ്പിയോടെ കോപ്പി അടിച്ചാണ് മാരുതി ഇറക്കുന്നതാണ് ആദ്യം പറഞ്ഞത്. ബട്ട് അങ്ങനല്ല. ആദ്യം നമ്മുടെ മാരുതി വാഗനർ തന്നെയാണ് ഈ ടെയിൽ ലാമ്പ് ഇറക്കിയത്. അതിനുശേഷമാണ് സ്കോർപ്പിയോയിൽ ഈ ടെയിൽ ലാമ്പ് വന്നത്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടെയിൽ ലാമ്പാണ്. കാര്യം നല്ല വിസിബിലിറ്റി ആയിട്ട് നമുക്കിപ്പം ദൂരേന്ന് ഒന്ന് ബ്രേക്ക് വിട്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹാലജൻ ബൾബുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് LED മറ്റൊന്നും വരാൻ ചാൻസ് ഇല്ല. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസർ ഓൾറെഡി നമുക്ക് ബേസ് മോഡൽ തൊട്ടേ സെൻസർ വരുന്നുണ്ട്. ഓക്കെയാണ് അത്. പിന്നെ ക്രോം എലമെൻറ്റിലാണ് ഇതൊരു വാഗനറിന് എഴുതിക്കുന്നത്. അത് ബേസ് തൊട്ട് അങ്ങനെയാണ്. എനിക്ക് ബേസ് തൊട്ട് എനിക്കറിയാൻ വയ്യ. VXI തൊട്ട് എന്തായാലും വാഗനറിന് ഈ ഒരു ക്രോം എലമെൻറ്റിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വൈപ്പർ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് വൈപ്പർ വരുന്നത്. ഡീഫോഗറോ കാര്യങ്ങളോ ഒന്നും തന്നെ അത് വരുന്നില്ല. പിന്നെ അതൊരു സ്പോട്ടി നമ്മുടെ ഒരു ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു ഒതുങ്ങി നിൽക്കുന്ന രീതി. പിന്നെ അതേ ഒരു വൈപ്പർ വാഷർ ഇതി വരുന്നുണ്ട്. ഒളിഞ്ഞിരിക്കുകൊണ്ട് പെട്ടെന്ന് ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണിത്. അപ്പം പിന്നെ നമുക്ക് ഡിക്കി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ സാധാ ഒരു ലിവർ തുറക്കുന്ന ഡിക്കി തന്നെയാണ്. മാഗ്നറ്റിക് ഓപ്പണിങ്ങോ അങ്ങനെ ഒന്നും അല്ല. ഒരു ഫ്ലിപ്പ് പോലെ തുറക്കുക, ഓപ്പൺ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരിത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പാഴ്സൽ ട്രേയും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഒരു ബൂട്ട് സ്പേസ് വരുവാണെങ്കിൽ ഏകദേശം 341 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 60/40 നമുക്കൊരു ഫോൾഡബിൾ ആണ്. നമുക്ക് അതൊന്നും മടക്കാം. ഓക്കെ, ഇച്ചിരി പാടാണ്. ഓക്കെ, 60/40 ആണ് ഇതിൻ്റെ മടക്കുന്നതും കാര്യങ്ങളും എല്ലാം വരുന്നത്.
വളരെ നല്ല ഒരു ഇത് തന്നെയാണ്. ബൂട്ട് സ്പേസ് വളരെ വളരെ വിശാലമായൊരു ബൂട്ട് സ്പേസാണ്. വണ്ടിയുടെ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സ്പെയർ വീൽ ഉണ്ടോ എന്ന് നോക്കാം. സാധാരണ വണ്ടിയിൽ സ്പെയർ വീൽ വരത്തില്ല. അതിനകത്ത് സ്പെയർ വീൽ വന്നിട്ടുണ്ട്. 165/70 R14 ഒരു സ്പെയർ വീൽ വന്നിട്ടുണ്ട്. ബട്ട് ഇത് അലോയി അല്ല, സാധാ ഡ്രം വീലിൻ്റെ നമുക്കൊരു സ്പെയർ വീലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായാലും മതി, നമുക്കൊരു സ്പെയർ വീൽ കിട്ടിയല്ലോ. ഇപ്പോഴുള്ള വണ്ടിയിലൊന്നും ഇപ്പം സ്പെയർ വീൽ വരുന്നില്ല ഇപ്പം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് വശങ്ങളിൽ ഇപ്പം അത്രേ പറയാനുള്ളൂ. നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം അത്. നമുക്കിനി സൈഡ് വശത്തോടുകൂടെ വരാം. സൈഡ് വശത്ത് വന്നാൽ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഫ്യൂൽ ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്താൽ ഏകദേശം 32 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. കണ്ടാൽ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് ഇത് കൊളുത്തി വെക്കുന്നത്. എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തിലാണ് ഇവിടെ ഇത് കൊളുത്തി വെക്കണം. നമ്മൾ ഫ്യൂൽ അടിക്കാൻ നേരത്ത് എപ്പോഴും ഫ്യൂൽ അടിക്കുന്നവരോട് പറയണം ഇങ്ങനെ ഇത് തട്ടിയിട്ട് ഇവിടെ ഇട്ട് പോറിക്കരുതെന്ന്. ഇവിടെ ഇട്ട് പോറിയാൽ ഇവിടെ മൊത്തം സ്ക്രാച്ചസ് വീഴും. അതിനാണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. സോറി, കണ്ട് ഇതേ കണക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചാലേ ഇത് സ്ക്രാച്ച് ആവാതിരിക്കൂ. അതിനുശേഷം ഫ്യൂൽ അടയ്ക്കുക. ഇതെല്ലാവർക്കും അടയ്ക്കുന്ന ഒരു ഇത് പേടിയാണ്. ഇങ്ങനെ സൗണ്ട് കേൾക്കണം. ഇങ്ങനെ സൗണ്ട് കേട്ടതിന് ശേഷം മാത്രമേ നമ്മളിത് ക്ലോസ് ചെയ്യാവൂ. കാര്യം ഇതിനകത്തൊരു എയർ പ്രഷർ വരും. അത് വന്ന് പുറത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ടിക് ടിക്ക് സൗണ്ട് കേൾക്കണം. അതിനുശേഷം ക്ലോസ് ചെയ്യുക. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഗാർഡൊക്കെ വന്നിട്ടുണ്ട്. ബാക്ക് സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കാം. വളരെ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് ഒക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് ഡോർ പാഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ടേ ഒരു സിൽവർ കളറിലൊക്കെയാണ് അതിൻ്റെ ഡോർ ഓപ്പണിങ്ങിൻ്റെ ഒക്കെ കൊടുത്തിരിക്കുന്നത്. 4 വിൻഡോയും പവർ വിൻഡോ ആണ്. അത്യാവശ്യം നല്ല രീതിയിലൊരു തൈ സപ്പോർട്ടൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു കുഷനിങ് ഒന്നും കൊടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് തന്നെ ഒരു മോഡലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ബോട്ടിൽ ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ ഒരു സ്പീക്കർ വരുന്നുണ്ട്. നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഞാൻ ഈ മ്യൂസിക് സിസ്റ്റം ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. കാര്യം ഈ കോപ്പറേറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത് ഇടാൻ പറ്റത്തില്ല. എങ്കിലും 4 ഡോർ പവർ വിൻഡോ, അത് കണക്ക് 4 ഡോർ സ്പീക്കർ വരുന്നുണ്ട്. നല്ലൊരു പാട്ടൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡോറിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും തന്നെ ഇല്ല. നമ്മുടെ ഹെഡ് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഹെഡ് സ്പേസ് ആണ് ഇതിന് വരുന്നത്. ഞാനൊന്ന് കാണിക്കാം. വന്നു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഹെഡ് സ്പേസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ലെഗ് സ്പേസ് ഉണ്ട്. ഇത്രയും നല്ലൊരു ലെഗ് സ്പേസ് ആണ് വരുന്നത്. ഉണ്ടോ? ഓക്കെ. വേറെ സൈഡിലും പറയാനൊന്നും എല്ലാ പാസഞ്ചറിനും നമുക്കിപ്പോൾ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് എല്ലാ പാസഞ്ചേഴ്സിനും വരുന്നുണ്ട്. അത് നല്ല സേഫ്റ്റിയുടെ കാര്യത്തിനായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട് ബാക്കിലും. ഡ്രൈവറിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. കുറച്ച് വെട്ടക്കുറവുണ്ട് കേട്ടോ. അതിനൊക്കെ നോയ്സും കൂടുതലാണ്. നിങ്ങളെല്ലാം ക്ഷമിക്കണം. നമുക്കിനി ഫ്രണ്ട് ഡോറിലോട്ട് പോവാം. ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡോർ പാഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ബാക്കിലെ ഡോർ പാഡിൽ പറഞ്ഞ കണക്ക് തന്നെ സിൽവറിലാണ് ഈ ഡോർ ഓപ്പണിംഗ് ഒക്കെ. നല്ല രസമുണ്ട് അത് ചെയ്യുക. അത് കണക്ക് 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. അത് കണക്ക് നമ്മുടെ മിറർ കാണിച്ചു തരാം ഞാൻ. മിറർ താത്തിട്ട് നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് കേട്ടോ. നോക്കിക്കോണേ, മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേ കണക്ക് 4 ഡോർ പവർ വിൻഡോ. അതിനൊക്കെ ഈ ലോക്കിംഗ് ഉണ്ട്. നമ്മുടെ ഈ വിൻഡോ ലോക്ക് ചെയ്യുന്നതിന് പറ്റി ഇത് മിക്കവർക്കും അറിഞ്ഞൂടെ സ്വിച്ചിന് എന്തിനെ കുറിച്ചാണ്. ഇത് വിൻഡോ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് വരുന്നത്. പിന്നെ നമ്മുടെ ജോയ്സ്റ്റിക്ക്, നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജോയ്സ്റ്റിക്ക്, അത് ഇത് VXI തൊട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഫുൾ ഓപ്ഷൻ ഞാൻ കണ്ടോളൂ കേട്ടോ. എൻ്റെ കയ്യിലൊരു വാഗണർ ഉണ്ടായിരുന്നു 2019 മോഡൽ. അപ്പോൾ അതിലൊക്കെ VXI തൊട്ട് ഈ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോൾഡ് വരുന്നില്ല, ബട്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മോഡൽ ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും വില കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് കുറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ABSൻ്റെ ഓൺ ഓഫ് ഉണ്ട്. ABSൻ്റെ ഓൺ ഓഫ് ഉണ്ട്. അത് കണക്ക് നമ്മുടെ ഈ ഓട്ടോ, അതായത് ഒരു ഇത്ര സെക്കൻഡ് നമ്മൾ ഈ നമ്മുടെ ട്രാഫിക്കിലും മറ്റൊക്കെ നിൽക്കുമ്പോൾ ഓഫ് ആവുന്നതിൻ്റെ ഇതിൻ്റെ കാര്യമാണ് ഇത് വരുന്നത്. ഇതിനൊക്കെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് വരുന്നത്. ഇത് AC-യുടെ ഒരു വെൻ്റാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് അല്ല, ഒരു ക്രീം കളർ പോലത്തുള്ള കളറിലാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അപ്പം നമുക്കിനി ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ കൺസോളിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു മീറ്റർ കൺസോളാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ട്രിപ്പ് A ട്രിപ്പ് B, അത് കണക്ക് ആവറേജ് മൈലേജ് ഇപ്പോൾ 7.2 കാണിക്കുന്നത്. ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ടാണ് ഈ ഒരു മൈലേജ് കാണിക്കുന്നത്. അല്ലാതെ ഇന്നൊരു
മൈലേജ് ഒരു ട്രാഫിക് സിറ്റിയിലൊക്കെ നമുക്കൊരു 14-15 കിട്ടും. ഹൈവേയിൽ കയറി എങ്ങനെ പോയാലും ഒരു 20-21-22 നമുക്ക് മൈലേജ് കിട്ടും. ഇതിനൊരു ബോക്സി ടൈപ്പാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മൈലേജ് ഷോർട്ടേജ് വരും ഈ വണ്ടിക്ക്. പിന്നെ അതിനൊക്കെ ABS, EBD മറ്റ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ വരും. അപ്പം സ്റ്റിയറിംഗിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 എയർ ബാഗ് ഇതിനകത്ത് വരുന്നുണ്ട്. 6 എയർ ബാഗാണ് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോളിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് ആണ്. അതിനകത്ത് നമ്മുടെ മൊബൈൽ കണക്റ്റിങ്ങും നമ്മൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ അത് കണക്ക് നമുക്ക് നമ്മുടെ മോഡുകൾ ഓരോന്ന് മറ്റൊക്കെ ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളുടെയൊക്കെയാണ്. ഏതാണ്ട് ഇതാണ് ടച്ച് വരുന്നത്, ടച്ച് സ്ക്രീൻ വരുന്നത്. വലിയൊരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേ എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ AC വരുന്നത് നല്ലൊരു പവർഫുൾ AC ആണ് വരുന്നത്. ഇതാണ് ACയുടെ സ്വിച്ച്. ഇതൊരു ഒരു ഗിയർ ഓട്ടോമാറ്റിക് അല്ല, ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണിത്. അത് കണക്ക് USB ഓക്സും ഒക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. USBയും ഓക്സും ഒക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റും കൂടി ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ മറ്റേ എയർ വെന്റിലേഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ അത് വരുന്നില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ്, ഇത് നമ്മുടെ ഫോണിൽ സംസാരിക്കുന്നതിനും മറ്റൊക്കെ അതിൻ്റെ സ്പീക്കറിൻ്റെ കാര്യങ്ങളാണ് ഇത് വരുന്നത്. പിന്നെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മിററൊക്കെ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിലില്ല. ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കീ വരുന്നത് ഇങ്ങനെയാണ്. കീ വരുന്നത് കീ ഇതാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ തന്നെ ഉള്ളൂ. ഗ്ലൗ ബോക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഗ്ലൗ ബോക്സ് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ACയുടെ നോബ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് നോക്കിയ ഒരു ആനയുടെ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ വരുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ ഒരു ഡിസൈനാണ് അവർ പിടിച്ചിരിക്കുക, ആ പാറ്റേൺ ആണ് അവർ പിടിച്ചിരിക്കുക. അന്ന് കമ്പനി ലോഞ്ച് ചെയ്തപ്പോൾ 2019 ലോഞ്ച് ചെയ്തപ്പോൾ അന്ന് അവർ അങ്ങനെയാണ് പറഞ്ഞത്. 4 നോബുകൾ വരുന്നു. പുറകിലോട്ടൊന്നും വെന്റിലേഷൻസ് ഇതൊന്നും വരുന്നില്ല കേട്ടോ. സ്റ്റാൻഡേർഡായിട്ട് തന്നെ മിറർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പുറകിൽ നിന്ന് വണ്ടി ബ്രൈറ്റ് അടിച്ച് വരുമ്പോൾ നമ്മുടെ കണ്ണിലോട്ട് അടിക്കാതിരിക്കാനുള്ള വരുന്നുണ്ട്. നമുക്കിനി എൻജിൻ ബേയിലോട്ട് പോവാം. എൻജിൻ തുറന്നു കഴിഞ്ഞാൽ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇത് വരുന്നത്. വളരെ നമ്മുടെ സിറ്റിലും മറ്റുമൊക്കെ വരുന്ന രീതിയിലുള്ള എഞ്ചിനാണ് വരുന്നത്. വലിയൊരു എഞ്ചിനാണ്, വളരെ ഒരു റിഫൈൻഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നും തന്നെ ഇല്ല. ABS, EBD മറ്റ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും വരുന്ന വണ്ടിയാണ്. ഓണമായിട്ട് നിരവധി ഓഫറുകളാണ് നമ്മുടെ വാഗനറിന് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫർ ഒന്ന് വായിക്കാം. വാഗനറിൻ്റെ ZX+ മാനുവൽ ട്രാൻസ്മിഷൻ ഓൺ റോഡ് വരുന്നത് 7,67,000 രൂപയാണ്. ഓഫർ പ്രൈസായിട്ട് ഒരു 40,000 രൂപ കുറവുണ്ട്. അതേ കണക്ക് നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒരു 2,000 രൂപയുടെ ഓഫറും കൂടെ സാരഥി പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഓഫർ എല്ലാം കഴിഞ്ഞു 7,25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നല്ല സിവിൽ സ്കോറും കാര്യങ്ങളും ഉള്ളവർക്ക് ഇത് ഒരു 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നമുക്കിത് ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ.